ഇപ്പോൾ INL സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ ഇപ്പോൾ മാധ്യമങ്ങളെ കാണുന്നു. കോഴിക്കോട് അതിലേക്ക്. അതിൽ ബെസ്റ്റ് എക്സാമ്പിളാണ് ആ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കെട്ടിടത്തിൻ്റെ പെർമിറ്റിനുള്ള ഫീസ് കുത്തനെ കൂട്ടിയത്. അതിവിടെയും ഗൾഫ് രാജ്യങ്ങളൊക്കെ ഭയങ്കര വിമർശനത്തിന് വിധേയമായിരുന്നു. കാരണം ആ കാര്യം ഇന്നലെ ബഹുമാനപ്പെട്ട മന്ത്രി രാജേഷ് തന്നെ വളരെ വിശദീകരിക്കുകയുണ്ടായി. വളരെ സാമ്പത്തികമായി ഞെരുക്കമുള്ള ഒരു മേഖല എന്ന നിലക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ശമ്പളം പോലും കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നപ്പോഴാണ് അവരത് കൂട്ടിയത്. പക്ഷെ അത് സൃഷ്ടിച്ച അതുപോലെ തന്നെ രോഷം വളരെ ചെറുതായിരുന്നില്ല. ഞങ്ങളും ബന്ധപ്പെട്ട വേദികളൊക്കെ തന്നെ അത് ഉണർത്തിയിരുന്നു. അത് തിരുത്താൻ തയ്യാറായതാണ് ഒരുപക്ഷെ LDFൻ്റെ ഏറ്റവും വലിയ ശക്തിയായിട്ട് കാണുന്നത്. തെറ്റ് തെറ്റായി അംഗീകരിക്കാനും അത് തിരുത്താനുള്ള അവരുടെ ശക്തി, അല്ലാണ്ട് വെറുതെ അതിനെ ന്യായീകരിച്ച് മുന്നോട്ട് പോകുന്നതിൽ വല്ല അർത്ഥമൊന്നുമില്ല. അതുപോലെ തന്നെ ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ അതൊക്കെ ഒരു ഭരണത്തിൻ്റെ ഒരു ഭാഗമാണ്. അതല്ല LDFൻ്റെയോ ഇടതുപക്ഷത്തിൻ്റെയോ പ്രത്യശാസ്ത്രപരമായോ ആശയപരമായോ ഒരു പ്രശ്നമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിൽ തന്നെ ഒരു പ്രശ്നം നമുക്കറിയാം. മുമ്പ് ഇവിടെ UDF ഭരിച്ച കാലത്തൊക്കെ ക്ഷേമ പെൻഷൻ എന്ന് പറയുന്ന 600 രൂപയായിരുന്നു. അത് തന്നെ 18 മാസത്തോളം കുടിശ്ശിക വരുത്തിക്കൊണ്ടാണ് UDF ഗവൺമെൻറ് ഇറങ്ങിപ്പോയത്. ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അത് മുഴുവൻ ക്ലിയർ ചെയ്തു, ഡ്യൂ അടക്കം ക്ലിയർ ചെയ്തു. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിന് അർഹതപ്പെട്ട പല സാമ്പത്തിക വിഷയങ്ങളിലും ഒരു വല്ലാത്ത നയം സ്വീകരിച്ചതിൻ്റെ ഫലമായി കൃത്യമായി പല കാര്യങ്ങളും നടത്തിക്കൊണ്ടു പോകുന്നതിൽ അല്പം വൈകലുണ്ടായിട്ടുണ്ട് എന്നൊരു യാഥാർത്ഥ്യമാണ്. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം UDFനെ പോലെയല്ല, അടിസ്ഥാന വർഗത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു മുന്നണി എന്ന നിലക്ക് തന്നെ അത്തരം അടിസ്ഥാന വർഗങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കൊടുക്കേണ്ട മുൻഗണനയ്ക്ക് അല്പം കുറഞ്ഞു പോയോ എന്നൊരു സംശയം ചിലർക്കങ്ങ് ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ പെൻഷനുകൾ വൈകിപ്പിച്ചപ്പോൾ അത് നിർബന്ധിതമായൊരു സാഹചര്യത്തിലാണ് ഇത്തരം ഒരു സ്ഥിതിവിശേഷം ഉണ്ടായത് എന്ന് നമുക്കറിയാം. കേന്ദ്രമെങ്ങാനും സമയബന്ധിതമായി സംസ്ഥാനത്തിന് നൽകേണ്ട ഫണ്ടുകൾ തന്നിരുന്നുവെങ്കിൽ ഒരിക്കലും ആ സാഹചര്യം ഉണ്ടാകുമായിരുന്നില്ല. അതുപോലെ സിവിൽ സപ്ലൈസ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങളൊക്കെ ഉയർന്നു വരികയുണ്ടായി. അതൊക്കെയും വിലയിരുത്തിക്കൊണ്ട് തിരുത്തൽ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ കേരളത്തിലെ LDF തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ വിശ്വാസം വീണ്ടെടുത്തുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് നേരിടാൻ LDFന് നന്നായി തന്നെ കഴിയും എന്ന് ശുഭാപ്തി വിശ്വാസം ഞങ്ങൾ. അല്ലാത്ത രീതിയിൽ സംസ്ഥാനത്തിന് കൂടുതൽ ഫണ്ടുണ്ടാക്കാൻ നടത്തിയ ശ്രമങ്ങളുടെ ഭാഗമായാണ് നേരത്തെ പറഞ്ഞ ബിൽഡിംഗ് ടാക്സ് ഒക്കെ വർദ്ധിച്ചത്. ഒരു പ്രതിസന്ധിയെ നമ്മൾ നേരിടേണ്ടി വരുമ്പോൾ അതിന് നമുക്ക് ഒരു മറുവശം പുതിയ ഏതെങ്കിലും തന്ത്രങ്ങൾ ആവിഷ്കരിക്കേണ്ടതായിട്ട് വരും. അത് അല്പം കൂടിപ്പോയി എന്ന് തോന്നിയപ്പോഴാണ് ഇപ്പോൾ കുറക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഏതൊരു സ്റ്റേറ്റ് ഗവൺമെൻറ് ആയാലും ആര് ഭരിച്ചാലും കേന്ദ്രം സ്റ്റേറ്റിനോട് അങ്ങനെ ഒരു ചിറ്റമ്മ നയം സ്വീകരിക്കുമ്പോൾ സംസ്ഥാനത്തിന് ആവശ്യമായ ഫണ്ടുകൾ കണ്ടെത്താൻ പുതിയ മേഖലകൾ തിരയേണ്ടതായിട്ട് വരും. അപ്പോൾ ചില ധൃതി പിടിച്ചെടുക്കുന്ന ചില തീരുമാനങ്ങൾ, ചില വൈകല്യങ്ങളൊക്കെ വന്നു വരും. അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടാൽ തിരുത്താൻ കഴിയാത്ത ഒരുപാട് ഭരണങ്ങൾ ഇവിടെ കടന്നു പോയിട്ടുണ്ട്. അങ്ങനെ തെറ്റുകൾ തെറ്റാണെന്ന് ബോധ്യമായ തിരുത്താൻ കഴിവുള്ള ഒരു ഭരണകൂടമാണ് ഇന്ന് നിലവിലുള്ളത് എന്നാണ് യാഥാർത്ഥ്യം. ഓക്കെ അല്ലേ? എല്ലാവർക്കും നന്ദി. അവസാനിപ്പിക്കും. എല്ലാവരെയും 29ൻ്റെ പരിപാടിയിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. INL നേതാക്കളാണ് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. INL സംസ്ഥാന പ്രസിഡന്റ് അഹമ്മദ് ദേവർകോവിൽ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സർക്കാരിൻ്റെ മുൻ നിലപാടുകളിൽ ചില തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. ആ തെറ്റുകളൊക്കെ തന്നെ തിരുത്തി മുന്നോട്ട് പോകാൻ സർക്കാർ തയ്യാറാകണം എന്നാണ് അദ്ദേഹം പറയുന്നത്. അതേസമയം കാസിം ഇരിക്കൂറും സംസാരിക്കുകയുണ്ടായി. കെട്ടിട പെർമിറ്റ് ഫീസ് വർധനയും ക്ഷേമ പെൻഷൻ കുടിശ്ശികയും തെറ്റായിപ്പോയി, അത് തിരുത്താനും സർക്കാർ തയ്യാറാകണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി.